ത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും കാണുകയുണ്ടായി. നമ്മളിവിടെ കാണേണ്ടത് കുറച്ചു കാലമായി നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വല്ലാതെ ആക്രമിക്കുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടു. അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക്, ഒരു വനിതാ മന്ത്രി താമസിക്കുന്ന ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ആക്രമണം നടത്തി അവരുടെ വീടിൽ റീത്ത് വയ്ക്കുകയുണ്ടായി. അപ്പോൾ റീത്ത് വയ്ക്കുന്ന അവസ്ഥയിലേക്ക് ആളുകളെ മാറ്റാം എന്നുള്ളൊരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം നടത്തിയത്. അതിനെ ആരും അപലപിച്ചില്ല. ആ റീത്ത് വയ്ക്കുകയും ഔദ്യോഗിക വസതിയിലേക്ക്, വനിതാ മന്ത്രി താമസിക്കുന്ന ഔദ്യോഗിക വസതിയിലേക്ക് ആക്രമിച്ച് കയറുകയും ചെയ്ത ഒരാൾക്കെതിരെയും ഒരു തരത്തിലുള്ള പരാമർശമോ നടപടിയോ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അവരെ ആകെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പോൾ തുടർച്ചയായി നടത്തുന്ന, അപ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റാളുകളും നടത്തുന്ന ആക്രമണോത്സുകമായിട്ടുള്ള പരാമർശങ്ങൾ, അതാണ് റീത്ത് വലയ്ക്കുമിലേക്ക് എത്തിച്ചത്, അവർക്കെതിരെയുള്ള ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിക്കേണ്ടതാണ്. ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി തന്നെ അത് കാണേണ്ടതുണ്ട്. എല്ലാവരും ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതാ അല്ല, ഇത് പ്രചരണത്തിൻ്റെ കാര്യമല്ലല്ലോ. ഒരു വനിതാ മന്ത്രി പോകുമ്പോൾ എങ്ങനെ പെരുമാറുന്നു, മന്ത്രിമാർക്കെതിരെയുള്ളത് മാത്രമല്ല, നിയമസഭയിൽ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ലല്ലോ. നിയമസഭയിൽ വേണമെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമല്ലോ. ഈ 5 വർഷം ഒരു അവിശ്വാസ പ്രമേയം പോലും വന്നില്ലല്ലോ. ഒരു തരത്തിൽ അടിയന്തര പ്രമേയം ഞങ്ങൾ ഇതാ ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ ആരും തന്നെ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലല്ലോ. അതിന് പകരം ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നു. അപ്പോൾ ഏത് യുഗത്തിലേക്കാണ് ഇവരുടെ ഈ ജാഥ വഴി കേരളത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് പ്രകടമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രചരണത്തിനുള്ള ആയുധമാണോ അല്ലയോ എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്, സംഭവിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഈ കേസ് അടക്കമുള്ള, അതായത് അഭിനയമാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളുടെ എല്ലാവരുടെ മുൻപിലല്ലേ നിൽക്കുന്നത്. നമ്മൾ കാണേണ്ടത് ആ രൂപത്തിലുള്ള പ്രവർത്തനം റീത്ത് വെച്ചു, അവരെന്ത് ചെയ്തു, ആക്രമണം നടത്തുന്നു. ഇനി എവിടേക്കായിരിക്കും ഇവർ പോകാൻ പോകുന്നത്? അപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുത്തിട്ടൊരു കൂട്ടരുണ്ട്. ആ കൂട്ടരെ ചിലരെ നമ്മൾ പാലക്കാട് കണ്ടു, ചിലരെ നമ്മൾ സ്ത്രീകൾക്കെതിരുള്ളതിനകത്ത് കാണുന്നുണ്ട്. ഓരോ സംഭവങ്ങളിലും ഈ പുതുയുഗത്തിലേക്ക് നയിക്കുന്ന നേതൃത്വം ഒരു തെമ്മാടി കൂട്ടമായിട്ടാണ് പുതിയ തലമുറയെ അവിടെ വളർത്തിയെടുത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത്.